ശിഷ്യരാകുക എന്നതാണ്. ഇത് ബോധപരമായി നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെ നാം അത് വായിച്ചു കേട്ടുവരും. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ് ശിഷ്യൻ എന്ന് പറയുന്ന വാക്ക്. നമ്മെ സംബന്ധിച്ച് നമുക്കൊക്കെ ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ്. പ്രത്യേകിച്ച് വേദപുസ്തകത്തിൽ പുതിയ നിയമം നാം പഠിക്കുമ്പോൾ ഏതാണ്ട് 261 തവണ ശിഷ്യൻ എന്ന പദം പുതിയ നിയമത്തിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഗ്രീക്കിൽ മാത്തറ്റാസ് എന്നുള്ള പദമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ശിഷ്യൻ എന്താണ് അല്ലെങ്കിൽ ശിഷ്യൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അതിനെ നിർവചിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. One who learn especially by a master or teacher എന്നുള്ളതാണ് ഡിസൈപ്പിൾ എന്നുള്ള വാക്കിന്റെ ഒരു നിർവചനത്തെ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. അല്ലെങ്കിൽ ഗുരുവിന്റെ കീഴിൽ ഗുരുവിന്റെ അധീനതയിൽ പഠിക്കുന്നത് ആരാണോ അവനാണ് ശിഷ്യൻ. എന്നാൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ ഈ ശിഷ്യൻ എന്ന് പറയുന്ന വാക്കിന് കുറച്ചുകൂടി വിശാലമായിട്ടുള്ള അർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. പ്രത്യേകിച്ച് സഭാപിതാക്കന്മാരുടെയൊക്കെ നിർവചനങ്ങൾ നാം നോക്കുമ്പോൾ അവരഭിപ്രായപ്പെടുന്നത് ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് തൻ്റെ സ്വന്തം ഇച്ഛകളും ആഗ്രഹങ്ങളും സ്വാർത്ഥതകളും ഉപേക്ഷിച്ച് യേശുവിന്റെ മാർഗം സ്വീകരിക്കുന്ന ആളാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യൻ എന്നത് യേശുവിന്റെ വഴിയിൽ നടന്ന് തന്റെ ജീവിതം മുഴുവൻ യേശുവിൽ സമർപ്പിക്കുന്ന വ്യക്തിയാണ് ശിഷ്യൻ എന്ന് ക്രിസ്തീയതയിൽ അർത്ഥമാക്കുന്നത്. അപ്പോൾ യേശുവിനോട് ചേർന്ന് നമ്മെ തന്നെ ത്യജിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്നത് ആരാണോ അവനാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ദൈവവചന ധ്യാനത്തിന്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് 2 ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. നിസ്സാരമായിട്ടുള്ള ചോദ്യമാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിന് ഉത്തരമാണ് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം. പ്രത്യേകിച്ച് ഞങ്ങൾ അച്ഛന്മാർ ചോദിക്കുന്ന ചോദ്യത്തിനല്ല അത് ശരിയാണ്. കാരണം ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരമല്ല നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾക്ക് ആവശ്യമുള്ള ഉത്തരത്തെ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു വലിയ കഴിവ് ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ എസ് പറഞ്ഞാലും നോ പറഞ്ഞാലും ഞാൻ എനിക്ക് വേണ്ട ഉത്തരത്തിലേക്ക് ഞാൻ എത്തിച്ചേരും എന്നുള്ളതാണ്. ഒരു നിസ്സാരമായിട്ടുള്ള ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ആർ യു ഡിസൈപ്പിൾ ഓഫ് ജീസസ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ ശിഷ്യരാണ്. നിസ്സാരമായ ചോദ്യം. നിങ്ങൾ യേശുവിന്റെ ശിഷ്യരാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആണോ അല്ലേ? അതെ. അതേന്ന് പറഞ്ഞാൽ എനിക്ക് ഉത്തരവാണ്, അല്ല എന്ന് പറഞ്ഞാൽ ഉത്തരമാണ്. അതേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ്, അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രസംഗം മൊത്തം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ അതേ എന്ത് ചെയ്യും പറയണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നമ്മൾ ആരാണ്? യേശുവിന്റെ ശിഷ്യന്മാരാണ്. അതെ. നമുക്ക് നമ്മുടെ പൊതുവെ സമൂഹം ലോകം നമ്മെ വിളിക്കുന്ന ഒരു പേരാണ്. എന്താണ്? അല്ല, നമ്മെ ലോകം വിളിക്കുന്ന പേര് ക്രിസ്ത്യാനികൾ എന്നാണ് നമ്മെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത്? ഒറ്റ ഉത്തരവുള്ളൂ അതിന്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് നാം ആരാണ്? ക്രിസ്ത്യാനികൾ ആണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് തന്നെയാണ്. നാം എല്ലാവരും എങ്ങനെയുള്ളവരായിരിക്കണമെന്നാണ്? യേശു ക്രിസ്തുവിന്റെ ശിഷ്യരായിരിക്കണം എന്ന് തന്നെ നമുക്കറിയാം. കർത്താവിന്റെ വലിയൊരു നിയോഗ ശുശ്രൂഷയുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ നിയോഗിച്ച് അയക്കുന്നു. നമുക്കെല്ലാവർക്കും കാണാപ്പാടമായിട്ടുള്ള ഒരു വാക്യമാണ് ഗ്രേറ്റ് കമ്മീഷൻ എന്ന് നമ്മളെ പറയാം. എന്താണ് അവിടെ ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചു. സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളുക. യേശു കർത്താവ് പറഞ്ഞ ആ വലിയ നിയോഗ ശുശ്രൂഷയുടെ ആകെ ഒറ്റ വാക്കിൽ അതിനെ ചുരുക്കുവാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ. എന്ന് മാത്രമാണ്. എന്താണ്? ശിഷ്യരാകുക എന്നത്. സകലരെ ശിഷ്യരാക്കി കൊള്ളണം എന്നതാണ് യേശു കർത്താവിന്റെ നിയോഗ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ ആ ഒരു വലിയ ആഹ്വാനം. ഇനി എന്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. പല ആളുകളും മുഖമൊക്കെ താഴോട്ട് കുനിച്ചു. ഞാൻ പറഞ്ഞല്ലോ വലിയ ചോദ്യമൊന്നുമല്ല, നിസ്സാര ചോദ്യം. ഹൗ ടു ബിക്കം എ ഡിസൈപ്പിൾ? എങ്ങനെയാണ് നമുക്ക് യേശു കർത്താവിന്റെ ശിഷ്യനാകുവാനായിട്ട് സാധിക്കും? നിങ്ങൾ എല്ലാവരും എന്നോട് ആദ്യം ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിന്റെ ശിഷ്യരാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെന്നും ദേവാലയത്തിൽ മുടങ്ങാതെ ആരാധന കൂടിയാൽ നമ്മൾ യേശു കർത്താവിന്റെ ശിഷ്യരാണ്? ആണോ? അല്ല. എന്റെ പ്രസംഗം എല്ലാം ഉത്തരം. നമ്മൾ ദൈവത്തിന്റെ വചനം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ആ വചനം കേൾക്കാനുള്ള ഒരു വലിയ താല്പര്യം ഉണ്ടാകുകയും ചെയ്താൽ നാം യേശു കർത്താവിന്റെ ശിഷ്യരാണ്. അല്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ആര് പ്രാർത്ഥിക്കുന്നതാണ്? ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നതാണ്. ആ പ്രാർത്ഥന എന്നും ചൊല്ലിയാൽ നമ്മൾ കർത്താവിന്റെ ശിഷ്യരാകും. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ പറഞ്ഞ ഘടകങ്ങൾ കൊണ്ടൊന്നും നമ്മൾ എന്താകില്ല, കർത്താവിന്റെ ശിഷ്യരാകുകയില്ല. കാരണം യേശു കർത്താവിന്റെ ശിഷ്യനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര എളുപ്പമുള്ള സംഗതിയൊന്നും അല്ല. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. യേശു കർത്താവിന്റെ ശിഷ്യനാണെങ്കിൽ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി പറയും. ഞാൻ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ അങ്ങനെയാണോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും. അപ്പൊ നമുക്ക് ഈ പ്രസംഗം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും, ഞാൻ യേശു കർത്താവിന്റെ ശിഷ്യനാണോ എന്നുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ശിഷ്യത്വം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ജീവിത ക്രമമാണ് എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. നാം തുടക്കത്തിൽ കേട്ട നിർവചനം പോലെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇച്ഛകളും നമ്മുടെ താല്പര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് യേശുവിൽ നമ്മെ തന്നെ സ്വയം സമർപ്പിക്കുന്നതാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടായിട്ട് നമ്മൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനായിട്ട് നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യം. ഈ മർക്കോസിന്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ ശിഷ്യത്വത്തെ കുറിച്ച് നമുക്ക് ഏറ്റവും ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കുവാനും സംസാരിക്കുവാനും പറ്റിയ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു സുവിശേഷ വേദഭാഗമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം. കാരണം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി കടന്നു വരുന്നതാണ് യേശു കർത്താവിന്റെ ശിഷ്യന്മാരാണ് എന്നുള്ളതാണ് ഈ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന്റെ 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് ദർശിക്കാവുന്നതാണ് യേശു കർത്താവ് തന്റെ ശുശ്രൂഷയിലേക്ക് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. മാത്രമല്ല, യേശു കർത്താവിന്റെ ഈ ലോകത്തിലെ പരിശുദ്ധ ശുശ്രൂഷയുടെ കൺക്ലൂഷൻ അല്ലെങ്കിൽ അതിന്റെ എൻഡ് എന്ന് പറയുന്നത് രേഖപ്പെടുത്തുന്നതും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലാണ്. അതിന്റെ പരിസമാപ്തിയിൽ എത്തുമ്പോഴും നാം കാണുന്നത് യേശു കർത്താവ് ഒരാളെ ശിഷ്യനാക്കി തീർക്കുന്നതാണ് അതിന്റെ പരിസമാപ്തി എന്ന് പറയുന്നത്. മാത്രമല്ല, പോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്താണ് ശിഷ്യത്വത്തിന്റെ വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം നമുക്ക് ലഭിക്കുന്നതും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ ആണ്. ആർക്കെങ്കിലും അത് പറയാൻ പറ്റുമോ? ഏതാണ് ശിഷ്യത്വത്തിന്റെ വില എന്നുള്ളത്? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ എടുക്കണം. എന്താണ്? ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ എന്താണ്? അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ.
അതാണ് ശിഷ്യത്വത്തിന്റെ വില എന്ന് പറയുന്നത്. ഇനി മർക്കോസിന്റെ സുവിശേഷത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം, നമ്മൾ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ പൊതുവെ കർത്താവിന്റെ 12 ശിഷ്യന്മാരെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ വലിയൊരു പ്രത്യേകതയുണ്ട്. ഈ 12 ശിഷ്യന്മാരെ മാറ്റി നിർത്തിയാലും സാധാരണക്കാരായിട്ടുള്ള മറ്റ് കഥാപാത്രങ്ങളെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ചെയ്യേണ്ടെന്ന ആ വലിയ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് ആ ദൗത്യം ചെയ്യുന്ന ധാരാളം മറ്റ് കഥാപാത്രങ്ങളായ ശിഷ്യന്മാരെ നമുക്ക് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പത്രോസിന്റെ അമ്മായിയമ്മയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നത് നമുക്ക് അവിടെ കാണാം. അവിടെ പറയുന്നു, പത്രോസിന്റെ അമ്മായിയമ്മ യേശുക്രിസ്തുവിനെ സൗഖ്യമാക്കിയതിനു ശേഷം അവിടെ യേശുക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്രോസിന്റെ അമ്മായിയമ്മ യേശുക്രിസ്തുവിന്റെ ശിഷ്യരായി മാറും. 1-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ യേശു കർത്താവിനെ പ്രഘോഷിക്കുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ വരുമ്പോൾ ചുങ്കക്കാരും പാപികളുമായിട്ടുള്ള ആളുകൾ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ വരുമ്പോൾ ലഗ്യോൻ പ്രവേശിച്ച ഒരു ഭൂതഗ്രസ്തനായ മനുഷ്യൻ അവൻ പിന്നീട് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി 10-ാം അധ്യായം 52-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാഴ്ച കിട്ടിയ ഭക്തിമായി യേശുവിനെ അനുഗമിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നതും നമുക്ക് മനസ്സിലാക്കി തരുന്നതും യേശു കർത്താവ് വിളിച്ചാക്കിയ ശിഷ്യന്മാരെ മാത്രമല്ല, യേശു കർത്താവ് മറ്റ് പല കഥാപാത്രങ്ങളെയും തന്റെ ശിഷ്യത്വത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിശുദ്ധ മർക്കോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, മറ്റേത് സുവിശേഷങ്ങളെക്കാട്ടിലും ശിഷ്യത്വത്തെ കുറിച്ച് നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും മർക്കോസിന്റെ സുവിശേഷത്തിലൂടെ സാധിക്കും എന്നുള്ളത്. നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് തിമായിയുടെ മകനായ ബർത്തിമായിയെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബർത്തിമായിയുടെ പ്രത്യേകത, അവൻ യേശു കർത്താവിന്റെ ശിഷ്യനല്ലായിരുന്നു. എന്നാൽ ശിഷ്യനല്ലാത്ത ഒരു വ്യക്തിയെ യേശുവിന്റെ ശിഷ്യനായി അവിടെ മാറ്റുകയാണ്. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ പരിസമാപ്തിയാണ് ഈ വിശുദ്ധ മർക്കോസിന്റെ ഈ 10-ാം അധ്യായത്തിന്റെ 46 മുതൽ 52-ാമത്തെ വാക്യം വരെ നമുക്ക് കാണാവുന്നത്. അത് നമുക്കൊരു അത്ഭുത രോഗശാന്തിയുടെ ഭാഗമായിട്ട് തോന്നിയാലും അത് ശിഷ്യത്വത്തിന്റെ ഒരു കഥയായിട്ട് വേണം നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് കടന്നു വരാം. നാം എങ്ങനെയാണ് ശിഷ്യനായി മാറുന്നത്? ബർത്തിമായിയുടെ ജീവിതത്തിലൂടെ നമുക്ക് എങ്ങനെ ശിഷ്യനായി മാറാം എന്ന് ഇന്ന് രാത്രികാലം നമുക്ക് ധ്യാനിക്കാം. ഒന്ന്, the disciple truly recognize the teacher എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം. ശിഷ്യൻ ഗുരുവിനെ യഥാർത്ഥമായിട്ട് തിരിച്ചറിയണം എന്നുള്ളതാണ്. ശിഷ്യൻ ഗുരുവിനെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അവന് ശിഷ്യനായി തീരുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ the first step of discipleship എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ ഗുരുവിനെ, ദൈവത്തെ യഥാർത്ഥമായിട്ട് തിരിച്ചറിയുക എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ കടമ എന്ന് പറയുന്നത്. ഇവിടെ യേശു കർത്താവ് യെരിഹോ പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യേശു കർത്താവിന്റെ കൂടെ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവിന്റെ കൂടെ എപ്പോഴും ഒരു പൂരത്തിനുള്ള ആളുണ്ട്. കാരണം വേദപുസ്തകത്തിൽ എല്ലായിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്, യേശു കർത്താവിനെ അനുഗമിക്കുന്ന ഒരുപാട് ജനങ്ങൾ യേശു കർത്താവിനോട് കൂടെ ഉണ്ട്. അത് പല ആഗ്രഹത്തോടു കൂടി വരുന്നവരാണ്. ചില ആളുകൾക്ക് രോഗസൗഖ്യം ലഭിക്കാൻ വേണ്ടി, ചില ആളുകൾ യേശു കർത്താവ് ചെയ്യുന്ന അത്ഭുതം കാണാൻ വേണ്ടിയിട്ട്, ചില ആളുകൾക്ക് ഭക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ പലവിധ ആഗ്രഹങ്ങളോടും ആവശ്യങ്ങളോടും കൂടി യേശു കർത്താവിനെ അനുഗമിക്കുന്ന ഒരുപാട് ആളുകൾ എപ്പോഴും ഉണ്ട്. യേശു കർത്താവിന്റെ പിന്നാലെ നടക്കാറുണ്ട്. അങ്ങനെ വലിയൊരു ജനസമൂഹത്തോടു കൂടി യേശു കർത്താവ് യെരിഹോ പട്ടണത്തിലേക്ക് പ്രവേശനം ചെയ്യുകയാണ്.
ഈ വിവരം കേട്ട ഭക്തിമാരുടെ പ്രതികരണത്തിനാണ് വലിയ പ്രത്യേകത ഉള്ളത് എന്നുള്ളതാണ്. കാരണം ഇവിടെ നസ്രയനായ യേശു അവന്റെ മുമ്പിലൂടെ കടന്നു വരുന്നു എന്ന് അവൻ അറിയുമ്പോൾ അവൻ യേശുക്രിസ്തുവിനെ വിളിക്കുന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ അവൻ യേശുക്രിസ്തുവിനെ അഭിസംബോധന ചെയ്യുന്നത് വളരെ പ്രത്യേകതയുള്ളതാണ്. കാരണം അവൻ യേശു കർത്താവിനെ വിളിക്കുകയാണ്, ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് ഭക്തിമായി വളരെ അലർച്ചയോടുകൂടി വളരെ ശബ്ദത്തോടുകൂടി യേശു കർത്താവിനെ വിളിക്കുകയാണ്. ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ. ഇവിടെ ഭക്തിമായുടെ അഭിസംബോധനയ്ക്ക് വളരെ വലിയ പ്രത്യേകതയുണ്ട്. കാരണം ദാവീദ് പുത്ര എന്ന് പറയുന്ന പദം അതൊരു മെസ്സിയാനിക് പേരാണ് എന്നതാണ് പഴയ നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നത്. പ്രത്യേകിച്ച് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 7 മുതലുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ഈ ദാവീദ് പുത്രനെ കുറിച്ച് വളരെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തുന്നു. മാത്രമല്ല യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദാവീദ് പുത്രനെ കുറിച്ചുള്ള പ്രവചനം അതിന്റെ 11-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 5 മുതൽ 5-6 അധ്യായങ്ങൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ 23-ാം അധ്യായം ഒക്കെ പഠിക്കുമ്പോൾ അവിടെയും മിശിഹായെ കുറിച്ചുള്ള വാഗ്ദത്ത വചനങ്ങൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യേശു കർത്താവ് നസ്രയനായ യേശു എന്നുള്ള ലേബലിൽ യെരിഹോ പട്ടണത്തിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ ബർത്തിമായിക്ക് ഒരു വലിയ തിരിച്ചറിവുണ്ടാകുകയാണ്. ഇവൻ നസ്രയനായ യേശു അല്ല, മറിച്ച് ഇത് ഈ ലോകത്തെ രക്ഷിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന സാക്ഷാൽ മശിഹയാണ് തന്റെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നു എന്നുള്ള വലിയൊരു തിരിച്ചറിവും ബോധ്യവും ഇവിടെ ഭക്തിമായിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭക്തിമായി അംഗീകരിക്കുകയാണ്, എന്നെ രക്ഷിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന രക്ഷകനാണ് എന്റെ മുമ്പിലൂടെ കടന്നു വന്നിരുന്നത് എന്നുള്ള വലിയൊരു തിരിച്ചറിവ് ഇവിടെ ഭക്തിമായിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. എന്നെ രക്ഷിപ്പാൻ, ഈ ലോകത്തെ രക്ഷിപ്പാൻ കടന്നു വന്ന സാക്ഷാൽ മിശിഹയാണ് തന്റെ മുമ്പിലൂടെ കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ഭക്തിമായിക്ക് ആ ഒരു വലിയ സത്യം മനസ്സിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ യേശു കർത്താവിനെ യഥാർത്ഥത്തിൽ അത്തരത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഭക്തിമായി യേശു കർത്താവിനെ വിളിക്കുന്നത്, ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്നുള്ളത്. ഈ ഭക്തിമായിട്ട് വിളിക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ആ പ്രത്യേകത എന്ന് പറയുന്നത്, യേശുവിനെ ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ പരസ്യമായി ദാവീദ് പുത്ര എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ യേശു കർത്താവിനെ അനുഗമിച്ച കാഴ്ചയുള്ള ആളുകൾ യേശു കർത്താവിനെ നസ്രയനായ യേശുവായി മാത്രം കണ്ടപ്പോൾ അന്ധനായ കാഴ്ചയില്ലാത്ത ബർത്തിമേയ എന്ന് പറയുന്ന മനുഷ്യൻ യേശു കർത്താവിനെ തന്റെ രക്ഷകനായി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ബർത്തിമേയക്കുണ്ടായ ഈ ഒരു തിരിച്ചറിവാണ് എനിക്കും നിങ്ങൾക്കും യേശു കർത്താവിനെ കുറിച്ച് ഉണ്ടാകേണ്ടുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ യേശു കർത്താവിനെ ആരാധിക്കുന്നുണ്ട് എങ്കിലും, യേശു കർത്താവിനെ നാം വിളിക്കുന്നുണ്ട് എങ്കിലും, യഥാർത്ഥമായി യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ മുമ്പിൽ, അല്ലെങ്കിൽ നമ്മളോട് തന്നെ നാം ചോദിക്കേണ്ടുന്ന ഒരു വലിയ ചോദ്യമാണ്. നാം യേശു കർത്താവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നാം യേശു കർത്താവിനെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്? ഇവിടെ ജനക്കൂട്ടം പറഞ്ഞതുപോലെ ഇത് നസ്രയനായ
ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ എന്നുള്ളതാണ്. ആ ഒരു തിരിച്ചറിവ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ ശിഷ്യനായി തീരുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും യേശു കർത്താവിനെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ അപജയം എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടു. അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഇന്ന് ദൈവം എല്ലാവർക്കും ഒരു ആഭരണമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓർണമെന്റൽ ഗോഡ്. എനിക്കത് വളരെ കൗതുകം തോന്നി. അത് വായിച്ചപ്പോൾ എനിക്കും അത് സത്യമാണെന്ന് മനസ്സിലായി. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇന്ന് പലപ്പോഴും നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തോട് ചേർന്ന് നടക്കുന്നതും നമ്മുടെ ആവശ്യങ്ങളിൽ മാത്രമാണ് എന്നുള്ളതാണ്. നമ്മൾ പ്രത്യേക ദിവസങ്ങളിലും പ്രത്യേക ഒക്കേഷനിലും ഒക്കെ നമ്മൾ ആഭരണം അണിയുന്നത് പോലെ ഇന്ന് പലപ്പോഴും ദൈവത്തെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നു. ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ സൗകര്യപൂർവ്വം ഈ ദൈവത്തെ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം അപ്രകാരമല്ലേ എന്ന് നാം ഒന്ന് സ്വയം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ആവശ്യങ്ങളിൽ, സങ്കടങ്ങളിൽ, പ്രയാസങ്ങളിൽ മാത്രം ദൈവമുമ്പാകെ ചെല്ലുന്ന ആളുകളാണ് നാം. എന്നാൽ പ്രിയമുള്ളവരെ, ബദ്ധിമായി തന്റെ ജീവിതത്തിലൂടെ, തന്റെ ജീവിതാനുഭവത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരിക, യേശുവിനെ എന്റെ രക്ഷകനായി, എന്റെ വീണ്ടെടുപ്പുകാരനായി നാം ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോഴാണ്, യേശു കർത്താവിനെ അത്തരത്തിൽ ഞാനും നിങ്ങളും തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ യേശു കർത്താവിന്റെ യഥാർത്ഥ ശിഷ്യനായി മാറുകയുള്ളൂ എന്ന് ബദ്ധിമായി നമ്മളോട് ഒന്നാമത് പറഞ്ഞു തരികയാണ്. നമ്പർ 2, രണ്ടാമത്, ശിഷ്യനാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്, ശിഷ്യൻ ഗുരുവിനെ അചഞ്ചലമായി വിശ്വസിക്കണം എന്നുള്ളതാണ്. The disciple should trust the teacher unwaveringly എന്നുള്ളതാണ്. യേശു കർത്താവിനെ അചഞ്ചലമായി വിശ്വസിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഈ പോയിട്ട് പറയുന്നത് നിങ്ങൾക്കൊക്കെ എന്നോട് അസ്വസ്ഥത തോന്നാം. കാരണം നിങ്ങൾ ഓർക്കുന്നത് എന്റെ അച്ഛനാണ്. യേശു കർത്താവിനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ വൈകിട്ട് ദേവാലയത്തിൽ വന്ന് ഇരിക്കേണ്ടുന്ന കാര്യമുണ്ടോ? അല്ലേ? സത്യമല്ലേ? നിങ്ങൾ യേശു കർത്താവിനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി വന്നിരിക്കും? ഒരിക്കലും ഇല്ല. നിങ്ങൾ എല്ലാവരും യേശു കർത്താവിനെ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ രാത്രിയിൽ ഈ ദൈവവചനം കേൾക്കുവാൻ വേണ്ടി ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഇരിക്കുന്നത്. എന്നാൽ ഞാനതിനെ എതിർക്കുന്നില്ല. പക്ഷേ ഇവിടെ യേശു കർത്താവിനെ അചഞ്ചലമായി വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ ഭക്തിമാരുടെ വിശ്വാസത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ചില പ്രത്യേകതകൾ ഭക്തിമാരുടെ വിശ്വാസത്തിലുണ്ടായിരുന്നു. അത്തരം വിശ്വാസം നമുക്കുണ്ടോ എന്നതാണ് നാം ഒന്ന് പരിശോധിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത്, വിശ്വാസത്തിൽ ഒരു സ്ഥിരോത്സാഹം ഉള്ള വ്യക്തിയായിരുന്നു ഭക്തിമായി എന്നുള്ളതാണ് അവന്റെ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. വിശ്വാസത്തിൽ സ്ഥിരോത്സാഹം. വെറുതെ വിശ്വസിക്കുകയല്ല, താൻ വിശ്വസിക്കുന്ന
വെറുതെ അവരുടെ വിശ്വാസത്തിന് സൗഖ്യം നൽകുകയല്ല, വെറുതെ അവരുടെ ജീവിതത്തോട് പ്രവർത്തിക്കുകയല്ല, പ്രതികരിക്കുകയല്ല, മറിച്ച് അവരുടെ വിശ്വാസത്തിലുള്ള ഈ ഒരു പെർസീവറൻസ് കണ്ടിട്ടാണ് യേശു കർത്താവ് എന്ത് ചെയ്യുന്നത്, അവരോട് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോസ്തലരുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്നത്. യേശു കർത്താവിന്റെ അടുക്കലേക്ക് 4 പേർ വരികയാണ്. ഒരു പക്ഷപാതക്കാരനെ എടുത്തുകൊണ്ട് വരികയാണ്. അവിടെ വരുമ്പോഴും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് അവർക്ക് ഈ മനുഷ്യനെ യേശുവിന്റെ അടുക്കലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുന്നു. പക്ഷെ അവരെല്ലാവരും കൂടി ഒരു വലിയ പഴിയില്ല. അങ്ങനെ അവർ ഉപേക്ഷിച്ച് വിട്ടിട്ട് തിരിച്ചു പോകാൻ തയ്യാറല്ല, അല്ലെങ്കിൽ അവർ തോറ്റുമടക്കാൻ തയ്യാറല്ലായിരുന്നു. അവർ യേശു കർത്താവ് ഇരുന്ന ആ ഭവനത്തിന്റെ മേൽക്കൂര പൊളിച്ച് ആ മനുഷ്യനെ എന്ത് ചെയ്തു, യേശു കർത്താവിന്റെ അടുക്കലേക്ക് ഇറക്കി വെച്ചു എന്നുള്ളതാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് കൊണ്ടുവന്ന ആളുകളുടെ വലിയൊരു വിശ്വാസം കാണുന്നു. അവിടെ യേശു കർത്താവ് രേഖപ്പെടുത്തുന്നു. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, വെറുതെ യേശു കർത്താവിനെ വിശ്വസിക്കുകയല്ല, മറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന കാര്യം പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കുവാനുള്ള നമ്മുടെ വലിയൊരു താല്പര്യവും ആഗ്രഹവും അനുസരിച്ചാണ് യേശു കർത്താവ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽ നമുക്കൊരു സ്ഥിരോത്സാഹം ഉണ്ടാകണം എന്നുള്ളതാണ്. ഈ യായിറോസിന്റെ മകൾക്ക് വേണ്ടി യായിറോസ് അപേക്ഷിക്കുന്നു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, അവൻ വീണ്ടും വീണ്ടും യേശു ക്രിസ്തുവിനോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം പറയുകയല്ല, മറിച്ച് ആവർത്തിച്ച് ചെയ്യുകയാണ്. യേശു കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. തന്റെ കുഞ്ഞുമകൾക്ക് സൗഖ്യം വേണം എന്നുള്ള വലിയൊരു ആഗ്രഹം, ഒരു വലിയ താല്പര്യം വീണ്ടും വീണ്ടും പറയുകയാണ്. 7-ാം അധ്യായം 27-29 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കനാന്യ സ്ത്രീയും യേശു ക്രിസ്തുവും തമ്മിലുള്ള വലിയൊരു എൻകൗണ്ടറിനെ നമുക്ക് അവിടെ കാണാം. അവർ തമ്മിൽ സംസാരിക്കുക. ആ സ്ത്രീയെ യേശു കർത്താവ് ഏറ്റവും അധികം വാക്കുകളിലൂടെ വേദനിപ്പിക്കുന്നു. അവളും തന്റെ മകൾക്ക് സൗഖ്യത്തിന് വേണ്ടിയാണ് യേശു കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നത്. ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ സ്ത്രീയോട് പ്രതികരിച്ചത് എന്നൊക്കെ നമുക്ക് യേശു കർത്താവിനോട് പരിഭവം തോന്നും. അവിടെ യേശു കർത്താവിന്റെ ഓരോ വാക്കുകളും അവളെ വേദനിപ്പിക്കുമ്പോഴും അവൾ വീണ്ടും വീണ്ടും തന്റെ മകൾക്ക് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി യേശു കർത്താവിനോട് വാദിക്കുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ അമ്മയുടെ ആ തീവ്രമായ വിശ്വാസം, ആ വിശ്വാസത്തിനുള്ള സ്ഥിരോത്സാഹം കണ്ടിട്ടാണ് യേശു കർത്താവ് അവിടെ ആ കനാന്യ സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മുടെയൊക്കെ വിശ്വാസത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒന്നാമത്തെ പ്രത്യേകത, അതായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസം അത് വെറുതെ ക്രിസ്തുവിനെ വിശ്വസിക്കുകയല്ല, ആ വിശ്വാസത്തിൽ നമുക്കൊക്കെ ഒരു സ്ഥിരോത്സാഹം ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, നമ്മുടെ വിഷയങ്ങളൊക്കെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം മറുപടി നൽകും എന്നുള്ള ആ ഒരു താല്പര്യത്തോടെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന ആളുകൾ വളരെ ചുരുക്കം പേരുള്ളൂ. അല്ലെ, നമ്മളൊക്കെ ദൈവസന്നിധിയിൽ ചിലപ്പോൾ ഒരു ടൈമിംഗ് കഴിവുപോലെ ആ ടൈമിങ്ങിനുള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനാ വിഷയം നമുക്ക് ലഭ്യമായില്ലെങ്കിൽ എന്നായിരിക്കും നമ്മുടെ പ്രതികരണം. നമ്മൾ പറയാം, അല്ലെങ്കിലും എനിക്ക് ഇതറിയായിരുന്നു, അങ്ങനെ കിട്ടുന്ന സംഗതിയൊന്നും അല്ലായിരുന്നു എന്ന് പറയും. അല്ലെ, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പോലെ എന്താണ്, ദൈവത്തോട് പിറുപിറുക്കും, ദൈവത്തെ കുറ്റം പറയും. എത്ര പേര് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവത്തിന് അതിന്മേൽ പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്, ആ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും, അതിനുവേണ്ടി ഞാൻ സ്ഥിരോത്സാഹത്തോടെ വിശ്വാസത്തോടു കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കും എന്ന ചിന്താഗതിയാണ്. പ്രിയമുള്ളവരെ, ഭക്തിമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. ദൈവ സമയത്തിന് വേണ്ടി കാത്തിരിപ്പോടെ വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുവാൻ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ ഈ സ്ഥിരോത്സാഹം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിൽ നമുക്ക് ലഭിക്കുന്നത് വരെ ഈ ഒരു സ്ഥിരോത്സാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ പഴയ നിയമത്തിൽ യാക്കോബിന്റെ വലിയൊരു പ്രസ്താവന,
ബർത്തിമായുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് എന്തുമാത്രം യേശു കർത്താവിന്റെ പ്രവൃത്തിയിൽ ബർത്തിമായി വിശ്വസിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇവിടെ യേശു ക്രിസ്തു അവിടെ നിന്നിട്ട് അവനെ വിളിക്കാൻ പറയുമ്പോൾ ബർത്തിമായി ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ അവന്റെ പുതപ്പ് ഉപേക്ഷിച്ചിട്ട് യേശു കർത്താവിന്റെ അടുക്കലേക്ക് ചെന്നു എന്നുള്ളതാണ്. പുതപ്പ് ഇട്ട് കളഞ്ഞു എന്നതാണ് അവിടെ രേഖപ്പെടുത്തിയത്. ആ കാലഘട്ടത്തിൽ പുതപ്പിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഭിക്ഷക്കാരായിട്ടുള്ള ആളുകളും രോഗികളായിട്ടുള്ള ആളുകളും എപ്പോഴും ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് ഈ പുതപ്പ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അവരുടെ ശരീരം പുറലോകത്തെ കാണിക്കാതിരിക്കുക, അവരുടെ ശരീരത്തിലുള്ള രോഗം അറിയാതിരിക്കുക, അല്ലെങ്കിൽ അവർ ഭിക്ഷയാചിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പൈസ ശേഖരിക്കുവാൻ വേണ്ടി അവരുടെ മുമ്പിൽ എന്ത് ചെയ്യും? ആ പുതപ്പ് വിരിച്ചിട്ടിട്ടാണ് അവർ ഭിക്ഷയാചിക്കുന്നത്. എന്നാണ് അത് മാത്രമൊക്കെ കാലഘട്ടത്തിൽ പുതപ്പ് വിരിച്ചിട്ടില്ല. അപ്പോ ഇവിടെ ബർത്തിമായെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ അവൻ അന്ധനാണ്. അവന്റെ ഉപജീവനം എന്ന് പറയുന്നത് ഭിക്ഷയാചിക്കണം. ഈ ഭിക്ഷയാചിക്കുന്നതിലൂടെ അവന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനമാണ് അവന്റെ ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള ആശ്രയം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ യേശു കർത്താവ് അവനെ നിന്നിട്ട് വിളിക്കുമ്പോൾ അവൻ ആദ്യം ചെയ്യുന്നത് ആ പുതപ്രതിയാണ്, അവൻ ഉപേക്ഷിക്കുകയാണ് എന്നുള്ളത്. അതിന്റെ അർത്ഥം യേശു കർത്താവ് വിളിക്കുമ്പോൾ തന്നെ ഈ ഭക്തിമായിട്ട് മനസ്സിലാക്കുകയാണ്, ഇനി എനിക്ക് ഈ പുതപ്പിന്റെ ആവശ്യം എന്റെ ജീവിതത്തിൽ ഇനി ഇല്ല. ഇനി എനിക്ക് ഈ പുതപ്പ് എന്റെ ജീവിതത്തോട് കൊണ്ട് നടക്കേണ്ടുന്ന ആവശ്യമില്ല. കാരണം ഇന്നു മുതൽ ഞാൻ അന്ധനായ മനുഷ്യനല്ല, മറിച്ച് ഞാൻ കാഴ്ചയുള്ള മനുഷ്യനാണ് എന്നുള്ള ഒരു വലിയ വിശ്വാസം ഇവിടെ ബർത്തിമായിക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇവിടെ യേശു കർത്താവ് ബർത്തിമായോട് സംസാരിച്ചിട്ട് വിളിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ വിളിക്കാൻ പറയുമ്പോൾ തന്നെ ബർത്തിമായി പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഇനി എനിക്ക് ഈ പദത്തിന്റെ ആവശ്യമില്ല, മറിച്ച് ഞാൻ ഇനി കാഴ്ചയുള്ളവനായി ഈ ലോകത്തിന്റെ സകല കാഴ്ചകളും കാണുവാനായിട്ട് പോകുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് യേശു കർത്താവ് അവനെ വിളിച്ചപ്പോൾ അവൻ അവന്റെ ജീവിതത്തിൽ നിന്ന് ആദ്യം എന്താണോ ഉപേക്ഷിക്കേണ്ടത്, എന്താണോ അവന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത്, അതിനെ ഉപേക്ഷിച്ചും മാറ്റി നിർത്തിയിട്ടുമാണ് യേശു കർത്താവിന്റെ അടുക്കിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഇതാണ് പ്രിയമുള്ളവരെ ബർത്തിമായുടെ വിശ്വാസത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതൊരു പ്രത്യേകത മാത്രമല്ല, ഇതിലൂടെ മറ്റൊരു സന്ദേശം കൂടി നമുക്ക് പറഞ്ഞു തരുന്നത്, നാം ശിഷ്യനായി തീരണമെങ്കിൽ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലതിനെയൊക്കെ നാം മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, ശിഷ്യത്വം എന്ന് പറയുന്നത് അതെന്താണ്? അത് എളുപ്പത്തിലുള്ള ഒരു കാര്യമല്ല, അതൊരു ജീവിത ക്രമമാണ് എന്ന് ഞാൻ പറഞ്ഞത്. ജീവിതത്തിൽ നിന്ന് ചിലതിനെയൊക്കെ ഇവിടെ ബർത്തിമായി തന്റെ പുതപ്പിനെ ഉപേക്ഷിച്ചതുപോലെ നമ്മളും ജീവിതത്തിൽ നിന്ന് ചിലതിനെയൊക്കെ മാറ്റി നിർത്തുകയും ഉപേക്ഷിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത്, എന്താണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കേണ്ടത് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയും, ഈ ലോകത്തിന്റെ ക്രമങ്ങളെയും ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങളെയും ഈ ലോകത്തിന്റെ മോഹങ്ങളെയും അനുസരിച്ച് നാം നടക്കുവാനായിട്ട് പാടില്ല. നാം ക്രിസ്തു ശിഷ്യനായി തീരണമെങ്കിൽ യേശു കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ജീവിതചര്യ നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യം. അത് ലോകത്തിന്റെ ക്രമമല്ല, മറിച്ച് യേശു ക്രിസ്തു വിഭാവനം ചെയ്യുന്ന സ്വർഗരാജ്യത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം പ്രതിഫലിപ്പിക്കുമ്പോഴാണ് അത്തരത്തിൽ ഒരു ശിഷ്യത്വത്തിന്റെ അനുഭവത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത്. പക്ഷേ നമുക്ക് ശിഷ്യത്വത്തിൽ നമുക്ക് ഏറ്റവും തടസ്സമായി നിൽക്കുന്നതും ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. നമുക്ക് ചില കാര്യങ്ങളൊന്നും നമുക്ക് ഉപേക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത്. ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങളും ഈ ലോകത്തിന്റെ താല്പര്യങ്ങളും ഈ ലോകത്തിന്റെ മോഹങ്ങളും ഉപേക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല എന്നുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസവീരന്മാരുടെ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവർ ജീവിച്ച കാലഘട്ടത്തിൽ, അവർ ജീവിച്ചിരുന്ന ലോകത്തിൽ അവർ അന്യൻ
മനോഹരമായിരിക്കണം. അതൊക്കെയാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ലക്ഷ്യം, ആഗ്രഹം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? കർത്താവ് ഒരുക്കുന്ന മനോഹരമായ ദേശത്തിലേക്ക് നാം ചെല്ലണം. അല്ലെ? നിത്യമായ ഒരു വാസസ്ഥലത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളല്ല. ഈ ലോകമല്ല നമ്മുടെ പ്രത്യാശ, മറിച്ച് കർത്താവ് ഒരുക്കുന്ന ആ ലോകത്തിൽ ചെന്ന് ചേരുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ ആഗ്രഹമുള്ളതെന്ന് കരുതിയിരിക്കും. യേശു കർത്താവ് ഒരുക്കുന്ന മനോഹരമായ ദേശത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹമുള്ള ആൾ. സ്തോത്രം. എല്ലാവർക്കും ആ ഒരു ആഗ്രഹം. ഈ മലയാളത്തിലെ മഹാനായ നടൻ ഇന്നസെന്റ്, നിങ്ങൾക്ക് അറിയാമോ? ഇന്നസെന്റിന് സിനിമ കാണുന്നവരാണോ? കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇന്നസെന്റിനെ അറിയാം, നമുക്കറിയാം. ഇന്നസെന്റിന് ഒരു അസുഖം ഉണ്ടായിരുന്നില്ലേ? ക്യാൻസർ രോഗബാധിതനായിട്ടാണ് അദ്ദേഹം മരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്യാൻസറിന്റെ ആ രോഗത്തിന്റെ അനുഭവം അദ്ദേഹം കഴിഞ്ഞപ്പോൾ, ഹോസ്പിറ്റലിൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉണ്ടായി. ആ അനുഭവങ്ങളൊക്കെ പുറത്തിറങ്ങിക്കൊണ്ട് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ക്യാൻസർ വാർഡിലെ പുഞ്ചിരി. ചിലരെങ്കിലും അത് വായിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സംഭവം, ഒരിക്കൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ഒരു മരണ വീട്ടിൽ പോയി. മരണ വീട്ടിൽ ചെന്ന ആ ശുശ്രൂഷയിൽ സംബന്ധിച്ചു. ആ ശുശ്രൂഷയിൽ സംബന്ധിച്ചതിന് ശേഷം അവർ തിരിച്ച് അവരുടെ കാറിൽ കയറി തിരിച്ച് അവരുടെ ഭവനത്തിലേക്ക് യാത്രയായി. അങ്ങനെ ഈ വാഹനം മുമ്പോട്ട് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സിറ്റിയിലെത്തി. ആ സിറ്റിയിൽ മനോഹരമായ ഒരു ദേവാലയം, കത്തോലിക്ക ദേവാലയമുണ്ട്. ആ കത്തോലിക്ക ദേവാലയത്തിന്റെ വഴിയോട് ചേർന്ന് നമുക്കറിയാം, സ്വാഭാവികമാണ് കപ്പേട അല്ലേ? ഏതെങ്കിലും ഒരു വിശുദ്ധന്മാരുടെ ഒരു ഫോട്ടോയോ രൂപമോ ഒക്കെ വെച്ചിട്ടില്ലേ, അവരോട് കപ്പേട വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പേടയുടെ അടുത്തെത്തിയപ്പോൾ ഈ ഇന്നസെന്റിന്റെ ഭാര്യ നോക്കിയപ്പോൾ ഇന്നസെന്റ് പെട്ടെന്ന് ഗ്ലാസ് കാത്ത് തല പുറത്തോട്ടിട്ട് ഈ കപ്പയുടെ വിശുദ്ധനെ നോക്കി കൊഞ്ഞ ബുദ്ധി കാണിച്ചു. കൊഞ്ഞ ബുദ്ധി കാണിക്കാൻ പറഞ്ഞാൽ അറിയാമോ? നമ്മൾ പലപ്പോഴും ചെയ്യുന്നതാണ്. ആർക്കും അറിയാതെയൊക്കെ പലപ്പോഴും കാണിക്കുന്ന ഒരു കാര്യം അല്ലേ? എന്ന് പറഞ്ഞാൽ ഇന്നസെന്റ് എന്ത് ചെയ്തു? ഈ കപ്പയുടെ വിശുദ്ധനെ നോക്കി കൊഞ്ഞ ബുദ്ധി കാണിച്ചു. അപ്പൊ ഭാര്യയ്ക്ക് ഭയങ്കര ദേഷ്യവും ഭയങ്കര അത്ഭുതവും തോന്നി. ഈ ഭാര്യ ഇന്നസെന്റിനോട് ചോദിച്ചു, നിങ്ങൾ എന്നെ പണിയാ കാണിച്ച് ദൈവത്തെ നോക്കി കൊഞ്ഞ ബുദ്ധി കാണിക്കുന്നു എന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചു. വളരെ ഇന്നസെന്റ് ഭാര്യയോട് പറഞ്ഞു, നീ അവിടെ മനുഷ്യൻ വീട്ടിൽ പ്രസംഗിക്കുന്നത് കേട്ടില്ലേ? തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ള ആളുകളെ എന്ത് ചെയ്യും? ദൈവം വേഗം വേഗം അങ്ങോട്ട് കൊണ്ടുപോകും. എനിക്കിപ്പോഴൊന്നും പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ദൈവത്തിന് എന്നോട് കുറച്ച് ദേഷ്യം തോന്നട്ടെ നോക്കുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തെ നോക്കി കൊഞ്ഞന ബുദ്ധി കാണിച്ചത്. വാഹനം പിന്നെയും മുമ്പോട്ട് പോയി. അടുത്ത ടൗണെത്തി, അടുത്ത കപ്പയുടെ എത്തി. ഇന്നസെന്റ് നോക്കുമ്പോൾ ഇന്നസെന്റിന്റെ ഭാര്യയും എന്ത് ചെയ്തു? നേരെ ഗ്ലാസ് താഴ്ത്ത് ആവശ്യത്തിനെ നോക്കി കൊഞ്ഞന ബുദ്ധി കാണിക്കും. അപ്പൊ അദ്ദേഹം ആ സംഭവം വിവരിച്ചിട്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? അദ്ദേഹം എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിൽ നമുക്ക് എന്തൊക്കെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഇവിടെ ഇങ്ങനെ സന്തോഷമായിട്ട്, പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വലിയ ഒരു സന്തോഷം. ഇവിടെ ഒത്തിരി പേര് കൈകൊണ്ടു. ഇപ്പൊ ഞങ്ങൾ 3 അച്ഛന്മാരോട് പറയാണ്, ഞങ്ങൾക്ക് ദൈവം വലിയൊരു കൃപ നൽകിയിട്ടുണ്ട്. തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്നവരെയൊക്കെ ഇപ്പൊ തന്നെ ഉടനോടെ സ്വർഗത്തിലേക്ക് പോകും. എല്ലാവരും പരിചയമായിട്ട് കൂട്ടുകൂട്ടാൻ പറഞ്ഞത് നമുക്ക് പാടല്ലേ? പ്രാണനാഥ് എന്ന് വരും, എന്ന് തീരും എന്റെ വേദനകൾ കാക്കലെ കാണുക, ആർത്തി വളരെ പാടുക. പക്ഷേ ഇങ്ങനൊരു അവസരം നമുക്ക് ലഭിച്ചാൽ നമ്മൾ തീരില്ല, നമ്മൾ വരില്ല എന്നുള്ളത്. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മെ അതിശക്തമായി ഉദ്ബോധിപ്പിക്കുന്നത് നമ്മൾ ഈ ലോകത്തിൽ ഉപേക്ഷിക്കേണ്ടതിനെയൊക്കെ ഉപേക്ഷിക്കണമെന്നുള്ള ക്രിസ്തു നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുള്ള, ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് ചേർന്നുള്ള ജീവിത ശൈലി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നാം യഥാർത്ഥമായിട്ട് ക്രിസ്തുവിന്റെ ശിഷ്യനായി തീരുകയുള്ളൂ എന്നുള്ളതാണ്. അതിന് ഞാൻ പറഞ്ഞത് ഭക്തിമായതുപോലെയുള്ള ഒരു അചഞ്ചലമായ വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. വിശ്വാസത്തോട്
ഒരു സ്ഥിരോത്സാഹം ഇവിടെ ഭക്തിമായി ഉണ്ടായി എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞത് അനന്തരമായ വിശ്വാസം. ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുന്ന, അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുവാൻ പോകുന്ന കാര്യം എനിക്ക് ലഭിച്ചു എന്നുള്ള ആ ഒരു വലിയ ബോധത്തോടു കൂടിയാണ് ഭക്തിമായി യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇതിലൂടെ ഭക്തിമായി നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നമ്മളൊക്കെ പല വിഷയങ്ങൾ മൂലം, അല്ലെങ്കിൽ പല പ്രാർത്ഥനാ വിഷയത്തോടൊക്കെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവർ, എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് രാത്രിയിലും ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് ഇന്ന് രാത്രി നിങ്ങളോട് പറയുവാനുള്ളത്, അത് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി നിങ്ങൾ ദൈവവുമായി ആയിരിക്കുന്നുവെങ്കിൽ വരും ദിവസങ്ങളിൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി എന്തെങ്കിലും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിശ്ചയമായും പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കുവാനായിട്ട് സാധിക്കണം. ദൈവം അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ദൈവസന്നിധിയിൽ ആവശ്യം വെച്ച് നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ ദൈവം ഇന്ന് രാത്രികാലം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ശിഷ്യനാവേണ്ടുന്നതിന്റെ മൂന്നാമത്തെ കടമ എന്ന് പറയുന്നത് the disciple must be transformed എന്നുള്ളതാണ്. ശിഷ്യന് രൂപാന്തരം സംഭവിക്കണം എന്നുള്ളതാണ്. ശിഷ്യന് രൂപാന്തരം ഉണ്ടാവണം എന്നുള്ളതാണ്. ഇവിടെ ഭക്തിമായിക്ക് അവന്റെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു. അത് അവന്റെ യേശു കർത്താവിനോടുള്ള രണ്ട് വിളിയിൽ നിന്ന് നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആദ്യം എന്താണ് ഭക്തിമായി യേശു കർത്താവിനെ വിളിച്ചത്? ദാവീദ് പുത്രാ, എല്ലാവരും കേട്ടോ ഉണ്ട്. എന്താണ് ആദ്യം വിളിച്ചത്? ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണം. എന്താണ് അതിന്റെ അർത്ഥം? യേശുവിനെ അവൻ മശീഹയായി സ്വീകരിച്ചു കണ്ടു എന്നുള്ളത്. എന്നാൽ ഇവിടെ യേശു കർത്താവ് ഭക്തിമാനെ വിളിച്ചിട്ട് അവനോട് ചോദിക്കുകയാണ്, അല്ലെ? അവനോട് പറയാണ്, അവൻ തന്റെ പുതപ്പ് ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് നീ ആഗ്രഹിക്കുന്നു? യേശു കർത്താവ് ഒരുപക്ഷെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു വലിയ ടെൻഷൻ ഉണ്ടാവും. കാരണം ഇതേ ചോദ്യം അതിന് തൊട്ട് മുമ്പ് യേശു കർത്താവ് ചോദിച്ചു. ആരാണ്? സബദി മക്കളോട് ചോദിച്ചല്ലേ? സബദി മക്കളോട് ഒട്ടും പഠിക്കാതെ ഉത്തരം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞങ്ങൾ ഈ മാസം പ്രാവശ്യം ഞങ്ങളുടെ ഒരുത്തനെ എടുത്തും ഒരുത്തനെ വലത്തും തിരുത്തണം എന്നുള്ളതാണ് യേശു കർത്താവിനോട് ചോദിച്ചത്. യേശു കർത്താവിനെ ചോദ്യം തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ അവരെ സ്വാർത്ഥതയാണ്, അല്ലെങ്കിൽ അവർ പദവിയെയാണ് ആഗ്രഹിച്ചതെങ്കിൽ ഇവിടെ ഭക്തിമാരോട് യേശു കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരാം? ഇവിടെ ഭക്തിമാരുടെ തിരിച്ചുള്ള പ്രതികരണമാണ് ഭക്തിമാനുണ്ടായ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. എന്താണെന്നറിയാമോ? അവർ യേശു കർത്താവിനെ വിളിക്കുകയാണ് പ്രഭുനി. എന്താണ് പ്രഭുനി? എന്താണ് പ്രഭുനി എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം? ഗുരുവാണ്, അല്ലെ? അതിന്റെ അർത്ഥം നമ്മൾ യഥാർത്ഥമായി മനസ്സിലാക്കുമ്പോൾ ഗുരുവിനെക്കാട്ടിലും അധികമായി ഒരു വലിയ സ്ഥാനത്തോടു കൂടി കാണുന്ന വ്യക്തി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഗുരുവിനെക്കാട്ടിലും മീതെയുള്ള ഒരു വ്യക്തിയാണ് പ്രഭുനി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. എബ്രായ അരാമ്യ പദമൊക്കെയായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അതിന്റെ അർത്ഥം ഇവിടെ ഭക്തിമായി യേശുവിനെ ആരായി സ്വീകരിച്ചു? തന്റെ ഗുരുവായി സ്വീകരിച്ചു എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ ഗുരുശിഷ്യ ബന്ധത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് ഗുരുശിഷ്യ ബന്ധം. അതുകൊണ്ട് തന്നെയാണ് യേശു കർത്താവ് തന്റെ ക്രൂശീകരണത്തിൽ തന്റെ മാതാവിനെ, അല്ലെങ്കിൽ ഏറ്റവും പ്രിയനായ ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന്റെ കാരണം ഈ ഗുരുശിഷ്യ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ ശിഷ്യന്റെ മേൽ ഗുരുവിന് വലിയ ഒരു അധികാരവും വലിയ ഒരു സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട്. തിരിച്ച് ശിഷ്യനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു വ്യക്തിയെ ഗുരുവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എല്ലാമായി അവനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞത്. കൃത്യമായി തന്റെ എല്ലാമായിട്ട് തീരുന്നു യേശു കർത്താവിനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. തന്റെ എല്ലാമായി യേശു കർത്താവിനെ സ്വീകരിക്കുന്നു. മശിഹ എന്നുള്ള ബോധത്തിൽ നിന്നും തന്റെ എല്ലാമായി ഇവിടെ അതിന്റെ എങ്കിൽ വരുമ്പോൾ ഭക്തിമായി യേശു കർത്താവിനെ സ്വീകരിക്കുന്നതാണ് ഭക്തിമായുടെ ജീവിതത്തിൽ ഉണ്ടായ ആ ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ശിഷ്യനായി തീരണമെങ്കിൽ യേശു കർത്താവിനെ ഭക്തിമായെ പോലെ നമ്മുടെ നസ്രയനായ യേശുവിനോട് കെട്ടറിവിൽ നിന്നോ ദാവീദ് പുത്രാ എന്നുള്ള കെട്ടറിവിൽ നിന്നോ നമ്മുടെ ജീവിതാനുഭവങ്ങൾ നാം എങ്ങനെയാണോ ക്രിസ്തുവിനെ മനസ്സിലാക്കിയിരിക്കുന്നത് ആ
പിന്നീട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭർത്തിമായി യേശുക്രിസ്തുവിനെ അനുഭവിച്ചു എന്നുള്ളതാണ്. ഭർത്തിമായുടെ ജീവിതത്തിൽ 3 പ്രത്യേകതകൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞു, അവൻ ഗുരുവിനെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞു. 2 പറഞ്ഞത് യേശുക്രിസ്തുവിനെ അചഞ്ചലമായി വിശ്വസിച്ചു. അതിൽ വിശ്വാസവും സ്ഥിരോത്സാഹം അവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 3 പറഞ്ഞത് അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം, ഒരു രൂപാന്തരം സംഭവിച്ചു എന്നുള്ളതാണ്. ഈ 3 ഘടകങ്ങൾ ഭർത്തിമായുടെ ജീവിതത്തിൽ നടന്നപ്പോൾ യേശു കർത്താവ് അവന്റെ ജീവിതത്തോട്, അവന്റെ അവസ്ഥയോട്, അവന്റെ പ്രയാസത്തോട്, അവന്റെ ബുദ്ധിമുട്ടിനോട് പ്രതികരിക്കുകയും അവന്റെ അന്ധതയെ യേശു കർത്താവ് മാറ്റിക്കളയുകയും തന്നെ അനുഗമിക്കുവാനുള്ള അനുവാദം യേശു കർത്താവ് നൽകി എന്നുള്ളതാണ്. അവരുടെ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു പദവിയിലേക്കാണ് ഇവിടെ യേശു കർത്താവ് ഭർത്തിമാരെ കൊണ്ടുപോകുന്നത്. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ക്ലൈമാക്സ് ആണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. യേശു കർത്താവ് ഏറ്റവും ഒടുവിലായി സൗഖ്യം നൽകുന്ന ഒരു പരസ്യ ശുശ്രൂഷയിൽ ഏറ്റവും ഒടുവിലായി സൗഖ്യം നൽകുന്ന വ്യക്തിയാണ് ഭർത്തിമാൻ. അപ്പൊ അവരെ ക്ഷണിക്കുന്നത് തന്നെ ക്രൂശിലേക്കാണ് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അത്തരത്തിലൊരു രൂപാന്തരത്തിലേക്ക് ഭർത്തിമായി കടന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി ഞാൻ നിങ്ങൾ തീരണമെങ്കിൽ ഈ 3 പ്രത്യേകതകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ക്രിസ്തുവിനെ യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. യേശു ക്രിസ്തുവിനെ അചഞ്ചലമായി വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുവാനായിട്ട് സാധിക്കണം. ആ രൂപാന്തരം എന്ന് പറയുന്നത് യേശു കർത്താവിനെ എന്റെ എല്ലാമായി സ്വീകരിക്കുവാനായിട്ട് കഴിയുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ, ദൈവത്തിന്റെ പ്രവൃത്തികളെയൊക്കെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചോ നമ്മൾ കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങൾക്കനുസരിച്ചോ അല്ല. എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും അത് നന്മയായാലും തിന്മയായാലും സന്തോഷമായാലും സങ്കടമായാലും എന്ത് തന്നെ ആയിരുന്നാലും ഞാൻ ഈ കർത്താവിനോട് ചേർന്ന്, ഈ കർത്താവിനെ മാത്രം അനുഗമിച്ചുകൊണ്ട്, ഈ കർത്താവിനോട് മാത്രം ചേർന്ന് ജീവിക്കും എന്നുള്ളൊരു തീരുമാനം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് പ്രിയമുള്ളവരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ. പൗലോസപ്പോസ്തലനെ കുറിച്ച്, യേശു കർത്താവിന്റെ ശിഷ്യന്മാരെ കുറിച്ചൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത് അത് തന്നെയാണ്. അവർ ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനുള്ളവർ തന്നെ എന്നുള്ള വലിയൊരു തീരുമാനം വിശുദ്ധ പൗലോസിന്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ ഒരു വലിയ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വലിയ അത്യാവശ്യമാണ്. എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും, ഏതൊക്കെ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അവിടെയൊക്കെ ഞാൻ ക്രിസ്തുവിനുള്ള മകളായി തീരും, ഈ ക്രിസ്തുവിനെ എന്റെ എല്ലാമായി സ്വീകരിക്കും എന്നുള്ള വലിയ ബോധ്യം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുകയുള്ളൂ. നമ്മൾ വേദപുസ്തകത്തിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മയൊക്കെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സംഭവം, നെബൂഖദ്നേസർ രാജാവ് ഒരു വലിയ ബിംബം ഉണ്ടാക്കുകയാണ്. അല്ലേ, നമുക്കറിയാം. വെറുതെ ഒരു ബിംബം ഉണ്ടാക്കുകയല്ല, ഇതൊരു വലിയ കൽപ്പനയുടെ പുറപ്പെടുവിച്ചു. എന്തായിരുന്നു ആ കൽപ്പന? അവിടെ ആ സമയത്ത് വലിയ വാദ്യോപകരണങ്ങളൊക്കെ വായിക്കും. ആ രാജ്യത്തിലുള്ള സകല ആളുകളും അതിന്റെ മേൽ വീണ് നമസ്കരിക്കണം എന്നുള്ളതാണ് രാജകൽപ്പന. അവിടെ അപ്രകാരം പറഞ്ഞു, ജനത്തെ അത് അറിയിച്ചു. അവിടെ പറയുന്നു, വാദ്യോപകരണങ്ങളൊക്കെ മുഴങ്ങി സകല ആളുകളും അവൻ ഉണ്ടാക്കിയ ബിംബത്തിന്റെ മുമ്പിൽ വീണു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വീഴാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി എന്താണ് പറഞ്ഞത്? വീഴില്ല എങ്കിൽ എരിയുന്ന തീച്ചൂളയിൽ നിങ്ങളെ ഇട്ട് കളയും എന്നുള്ളതാണ് രാജാവിന്റെ കൽപ്പന. സ്വാഭാവികമായിട്ട് വീണ് പോകും. അല്ലെ, നമ്മളെ ഒരാൾ വന്നിട്ട് ഒരു കത്തിയായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കും. കണ്ടുപിടിക്കാൻ പോലും നമ്മൾ ചെയ്യും, നമ്മുടെ വിശ്വാസം പ്രകാരം. അപ്പോൾ ഇവിടെ അത്തരത്തിൽ വലിയൊരു പ്രഖ്യാപനം രാജകൽപ്പന നടത്തി. പക്ഷേ അവിടെ ഈ തീരുമാനത്തിന് ബദലായ 3 ചെറുപ്പക്കാരെ ചെയ്യുകയാണ്. അവിടെ പറയുക, ശത്രുക്കും മേശക്കും അപകടങ്ങളെ കുറിച്ച് അവിടെ പറയുക. അവിടെ എന്നെ വളരെയധികം എന്താ പറയുന്നത്, ഈ വിശ്വാസത്തിന് നിലനിർത്തുവാൻ നമ്മളെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു വാക്യമുണ്ട് അവിടെ. കാരണം ഇവിടെ രാജാവിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, 3 ചെറുപ്പക്കാരെ എഴുതില്ല,
ലംഘിക്കുവാനായിട്ട് പറ്റി. രാജകൽപ്പന ലംഘിച്ചാലുള്ള പ്രത്യേകത എന്താണ്? രാജാവ് എതിരാകും, അവിടെയുള്ള സകല ആളുകൾ എതിരാകും, രാജ്യം പുറത്തു പോകും. ഇതിനേക്കാൾ എല്ലാത്തിനും ഉപരിയായി വലിയൊരു ശിക്ഷ രാജാവ് പറഞ്ഞിരിക്കുകയാണ്, എരിയുന്ന തീച്ചുളയിൽ ഇട്ട് കളയും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ അവരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും അവർ പറയുന്ന ഒരു വലിയ മറുപടി. എന്താ മറുപടി എന്നറിയാമോ? ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് എരിയുന്ന തീച്ചുളയുടെ നടുവിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കും. അതാണ് അവരുടെ മറുപടി. അതിനെക്കാട്ടിലും നമ്മൾ ചലഞ്ച് ചെയ്യുന്ന ഒരു വാക്ക് അടുത്തത് എന്താണെന്നറിയാമോ? ഇനിയിപ്പോ അങ്ങനെ അല്ല എങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തില്ല, രാജാവ് വെച്ച ബിംബത്തെ ഞങ്ങൾ എന്ത് ചെയ്തില്ല, പണിതില്ല. അതിന്റെ അർത്ഥം ഇത് ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്തില്ല, ആ ബിംബത്തെ വണങ്ങില്ല. ഇതാണ് പ്രിയമുള്ളവരെ വിശ്വാസം എന്ന് പറയുന്നത്, ദൈവത്തിലുള്ള ആശ്രയം എന്ന് പറയുന്നത്. ഇനി രാജാവ് ഞങ്ങളെ എരിയുന്ന തീച്ചുളയുടെ നടുവിലിട്ടാലും ആ എരിയുന്ന തീച്ചുളയുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ല എങ്കിലും അവിടെ വെച്ച് ഞങ്ങളുടെ ജീവൻ ഞങ്ങളുടെ അടുക്കൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്നുള്ള വലിയൊരു വിശ്വാസ പ്രഖ്യാപനം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ അത്തരത്തിലുള്ള ഒരു ആഴമായ ബന്ധത്തിലേക്ക് ദൈവത്തോടെ ചേർന്നിരിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹമായി വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായും പ്രതിസന്ധികളുണ്ട്, ഉറപ്പായും പ്രതികൂലങ്ങളുണ്ട്, ഉറപ്പായും ബുദ്ധിമുട്ടുകളുണ്ട്, സങ്കടങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ ആ സങ്കടങ്ങളുടെയും ഭാരങ്ങളുടെയും മധ്യേ എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും എന്റെ കർത്താവിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, ഈ കർത്താവിന്റെ ശിഷ്യനായി മാത്രമേ ഞാൻ തീരുകയുള്ളൂ, ഈ കർത്താവിനോട് ചേർന്ന് മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ എന്നുള്ള വലിയൊരു തീരുമാനം നമ്മൾ എടുക്കുന്നുവെങ്കിൽ നിശ്ചയമായും എരിയുന്ന തീച്ചുളയുടെ നടുവിൽ ശത്രുക്കളെയും മേശക്കിലെയും അബോധനകളെയും പൊതിഞ്ഞു സൂക്ഷിച്ച ദൈവത്തിന്റെ കരം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ ഇറങ്ങി വരും. ഏത് വലിയ പ്രതികൂല സാഹചര്യങ്ങളായിരുന്നാലും, ഏത് വലിയ ബുദ്ധിമുട്ടുകളുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയാലും, ഏത് രോഗങ്ങളെ കീഴ്പ്പെടുത്തിയാലും, ഏത് കടബാധ്യതകളാൽ നീ തകർന്നു പോയിട്ടുണ്ടെങ്കിലും, ഏത് വലിയ ദുഃഖകരമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയാലും അവിടെയൊക്കെ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ധൈര്യപ്പെടുത്തുവാൻ, നമ്മെ ശക്തിപ്പെടുത്തുവാൻ ഈ സർവശക്തനായ കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശു കർത്താവിന്റെ ശിഷ്യനായി ഇന്ന് രാത്രികാലം നമുക്കൊന്ന് തീരുവാനായിട്ട് സാധിക്കുമോ? വെറുതെ വചനം കേൾക്കുവാനായിട്ടല്ല, വെറുതെ ദേവാലയത്തിൽ വന്ന് ആരാധിക്കുവാനല്ല, വെറുതെ ദൈവവചനം വായിക്കുവാനല്ല, മറിച്ച് ഭക്തിമായവരെ പോലെ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ഈ ക്രിസ്തുവിനെ യഥാർത്ഥമായി ഒന്ന് തിരിച്ചറിയുവാൻ, ഈ ക്രിസ്തുവിനെ അചഞ്ചലമായി വിശ്വസിക്കുവാൻ, ഈ ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ സ്വയം ഒന്ന് രൂപാന്തരപ്പെടുവാൻ ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഈ ദിവസങ്ങൾ നമുക്ക് അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാണ്. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം, ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് ഈ കൺവെൻഷന്റെ ആദ്യത്തെ ദിവസം നമുക്ക് ദൈവവചനം അതിശക്തമായി ശ്രമിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം ലഭിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകളാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എന്ന രീതിയിലാണ് പൊതുസമൂഹം നമ്മെ കാണുന്നത്. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്നിട്ടുണ്ടോ? നമുക്ക് സ്വയം ഒന്ന് നമ്മോട് ചോദിക്കാം. നമുക്ക് സ്വയം ഒന്ന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവം മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് സ്വയം ഒന്ന് പരിശോധിക്കാം. ഞാൻ ക്രിസ്തുവിന്റെ ശിഷ്യനായി ഈ നാളുകളിൽ തീർന്നിട്ടുണ്ടോ? കൃത്യമായി ഇന്ന് രാത്രികാലം നമ്മെ ഓർമ്മിപ്പിച്ചത് യേശു കർത്താവിനെ യഥാർത്ഥമായിട്ട് ജീവിതത്തിൽ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഈ നാളുകളിൽ ക്രിസ്തുവിനെ യഥാർത്ഥമായി എനിക്കൊന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? യേശു കർത്താവിനെ അചഞ്ചലമായി വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണോ ഞാൻ? എന്റെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ, ഞാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ അത് ദൈവം എനിക്ക് തരുന്നത് പോലെ സ്ഥിരോത്സാഹത്തോടെ, താല്പര്യത്തോടെ, പ്രാർത്ഥനയോടുകൂടി ദൈവത്തോട് അടുത്ത് ചെല്ലും എന്നുള്ള ഒരു ഉത്സാഹം പലപ്പോഴും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ നാം ദൈവസന്നിധിയിൽ വെറുപെറുക്കുന്നവരല്ലേ പ്രിയമുള്ളവരെ, ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവരല്ലേ പ്രിയമുള്ളവരെ. എന്നാൽ ഭക്തിമാർ പറയുകയാണ്, നമ്മുടെ വിശ്വാസത്തിൽ നമുക്കൊരു സ്ഥിരോത്സാഹം ഉണ്ടാകണം. ആ ഉത്സാഹം ഉള്ളവരാണോ
ഞാനും നിങ്ങളും എന്ന് നമുക്ക് ഇന്ന് രാത്രികാലം നമുക്കൊന്ന് പരിശോധിക്കാം. ഭക്തിമാരെ പോലെ ദൈവം വിളിച്ചപ്പോ തന്റെ ഇതുവരെയുള്ള സകല സാഹചര്യങ്ങളും താൻ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന തന്റെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്ന ആ ഭക്തിമാരുടെ വിശ്വാസം, ആ രഞ്ജനമായ വിശ്വാസം എനിക്കുണ്ടോ എന്ന് നമുക്ക് സ്വയം ഒന്ന് പരിശോധിക്കാം. പ്രിയമുള്ളവരെ, ഭക്തിമാരെ പോലെ കർത്താവിനെ എന്റെ എല്ലാമായി സ്വീകരിക്കുവാൻ ഇന്ന് രാത്രികാലം നാം തയ്യാറുള്ളവരാണ്. അത്തരത്തിലൊരു രൂപാന്തരം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ചിന്തിക്കാം. കർത്താവേ,